കുറച്ച് അതിവിപ്ലവം കൂടിയ കുറച്ച് ആൾക്കാർ പട്ടികജാതിക്കാർക്കിടയിലുണ്ട്. വിപ്ലവം വെച്ച് കൂടുതൽ അവർക്ക്. ഇവര് പാർട്ടി കമ്മിറ്റികളിലോ നിയമസഭകൾക്കുള്ളിലോ ഒന്നും ഇവരുടെ പ്രതിഷേധമോ വിപ്ലവമോ ഒന്നും വരില്ല. ഇവര് രഹസ്യമായിട്ടുള്ള കൂടിക്കാഴ്ചകൾക്ക് മാത്രമേ ഇവര് പോകാറുള്ളൂ. അതിപ്പോ ധനകാര്യമന്ത്രി ബാലഗോപാലിന്റെ വീട്ടിൽ വരെ പോകാൻ ഈ വിപ്ലവ വീരന്മാർക്ക്, ഈ യോദ്ധാക്കൾക്ക് വളരെ താല്പര്യമുള്ള ആൾക്കാരാണ്. ഞാൻ ഈ പറയാനുള്ള കാരണം, ബഹുധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാലിനെ PKS സംസ്ഥാന കമ്മിറ്റിയുടെ നിവേദനം അർപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയതായിട്ടുള്ള ഒരു ഫേസ്ബുക്കിന്റെ പോസ്റ്റ് ഞാൻ കണ്ടു. സത്യം പറഞ്ഞാലേ ഇവന്മാര് ആകെ കോമഡിയാണ്. സത്യം പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഞാനങ്ങ് പറയാം. നേരത്തേക്ക് സത്യം പറഞ്ഞാൽ ഇവരുടെ ഓരോ കോപ്രായങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു അറപ്പും വെറുപ്പൊക്കെ വരുമായിരുന്നു. എന്താണ് ഇവർ കാണിക്കുന്നത് എന്നുള്ളത് ചോദിക്കായിരുന്നു. ഇവര് ചെന്ന് ഇരിക്കുന്ന ഇരുത്തൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ചിരിച്ചു പോയി. ഒന്നും കാര്യം പറയല്ലോ, ഇരിക്കുന്ന ഇരുത്തൊക്കെ കണ്ടില്ലേ? നിയമസഭയ്ക്കുള്ളിൽ 14 MLA-മാരുള്ളതാ. അവന്മാർക്കൊന്നും നാവ് പൊങ്ങത്തില്ല. അതോടൊപ്പം തന്നെ പാർട്ടി ഏതാണ്ട് വിപ്ലവ പാർട്ടി എന്നൊക്കെ പറഞ്ഞാണ് ഇവന്മാര് ഈ ഫേസ്ബുക്ക് നിറയെ മെഴുകി വെക്കുന്നത്. LDF-ന്റെ മന്ത്രിസഭയിൽ പോലും ഒരു മന്ത്രിയില്ല ചോദിക്കാനും പറയാനും. ഇതൊക്കെ അംബേദ്കറേറ്റുകൾ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത്രയും നാള് വഴി നടക്കാനും നിങ്ങൾക്ക് ആഹാരം കഴിക്കാനും കക്കൂസ് പോയി തൂറാനുള്ള എല്ലാ അവകാശവും നേടിത്തന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. എന്ത് പറഞ്ഞാലും നമ്മള് ദളിത് സമൂഹത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, അവർ രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ പങ്കുവെച്ചു കഴിഞ്ഞാൽ ഈ വീരയോദ്ധാക്കൾ വന്നിട്ട് മറുപടി പറയുന്നതാണ്. നിങ്ങൾക്ക് എന്തറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച്? EMS-നെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഈ കോമഡി താരങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്ത് വിമാനം പറയണ്ട. ചെന്ന് ഇരിക്കുന്ന ഇരുത്തേക്ക് കൊണ്ട് നോക്കിയേ നിങ്ങൾ. ആ ഫേസ്ബുക്ക് PKS-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രൊഫൈലിൽ കിടപ്പുണ്ട് ആ പോസ്റ്റ്. ചെന്ന് കൊടുക്കുന്ന നിവേദനം എന്താണെന്ന് നോക്കിക്കണം. ഗ്രാന്റ്, കുട്ടികളുടെ ഈ ഗ്രാന്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വിഷയത്തില് നിവേദനം കൊടുക്കുകയാണ്. 2 മാസത്തിന് മുമ്പ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ അതിഭയങ്കരമായിട്ടുള്ള ഒരു സമരം സംഘടിപ്പിച്ചായിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഏതെങ്കിലും സംഘടനാ നേതൃത്വം അങ്ങനൊന്നുമല്ല. കേരളത്തിലെ പട്ടികജാതിക്കാരും മൊത്തവും കൂടെ, ആ കുട്ടികൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ ചേർന്ന് സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ ഈ ഒരു സമരം സംഘടിപ്പിച്ചു. അപ്പോഴൊന്നും ഇവന്മാർക്ക് കണ്ണു കാണാൻ വയ്യ. കണ്ണു കാണാൻ പറ്റാത്തതിനെ മാത്രമല്ല, അതിനകത്ത് അങ്ങനെ ഒരു PKS നേതാവ് അങ്ങനെ പങ്കെടുത്ത് കഴിഞ്ഞാൽ ചെവിക്കല്ല് ഉളക്കെ അടി കൊടുക്കും. തൂക്കെടുത്ത് വെളി കളയും ചെയ്യും. അതുകൊണ്ടാണ് ഈ രഹസ്യമായിട്ട് ചെല്ലുന്നത്. രഹസ്യമായിട്ട് ചെന്നത് മാത്രമല്ല, അതെടുത്ത് ഫോട്ടോ എടുത്തിട്ട് പുറത്തിടുകയും ചെയ്തു ഫേസ്ബുക്കിന്റെ പോസ്റ്റിനകത്ത്. ഇതൊക്കെ കേരളത്തിലുള്ള നമ്മളൊക്കെ ഇത് കാണുമ്പോഴത്തേക്കും ഇവന്മാരെ അങ്ങ് അംഗീകരിക്കണം. ഇവന്മാരെ അടുത്ത് തലേ ചുമന്നുണ്ട് കിടക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഇരിക്കുന്ന സത്യം പറഞ്ഞ പട്ടികജാതിക്കാർക്കാണ് നാണക്കേടാ. ഈ മരപ്പാഴുകള് വല്ല നാണം ഉണ്ടോന്നു, വല്ല ഉളുപ്പുണ്ടോന്നു, എവിടെയാണ് ഇവന്മാർ സംസാരിക്കേണ്ടതെന്ന് പോലും ഇവന്മാർക്ക് അറിയത്തില്ല. കുറെ ഭാഗവതവും രാമായണവും വായിച്ച് കമ്മ്യൂണിസ്റ്റുകളാണെന്ന് പറഞ്ഞ് PKS എന്ന് പറയുന്ന ആ തൊഴുത്തിനകത്ത് ഇങ്ങനെ അങ്ങ് ജീവിക്കുക. ചോദിച്ചാൽ പറയും ഞങ്ങൾ വിപ്ലവ പാർട്ടികളാ, നിങ്ങൾക്ക് എന്തറിയാം, നിനക്കൊക്കെ പാർട്ടിയെ കുറിച്ച് എന്തറിയാം? എന്താ ചെയ്യുക? ആ പോസ്റ്റിനടുത്ത് താഴെ കുറെ കമന്റ് വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അവര് വായിക്കത്തുമില്ല. അതൊക്കെ അതൊക്കെ സൈഡിൽ കൂടെ അവന്മാരങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. വല്ല നക്കാപ്പിച്ചയോ എടുത്ത് കൊടുക്കും. ആരും അറിയാതെ ഈ കൊടുക്കുന്നതൊക്കെ. ഏതെങ്കിലും ഒരു PKS-ന്റെ സംസ്ഥാന കമ്മിറ്റി 4-5 പേരുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച് കൊടുക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ഉണ്ടാവും, അല്ലെങ്കിൽ ഇലക്ഷനൊക്കെ അടുക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. PKS-ന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് സന്തോഷമാണോ? കേരളത്തിലെ പട്ടികജാതിക്കാർ മൊത്തവും സന്തോഷത്തിലായിരിക്കും. അതാണ് ഇവർക്കുള്ള ഒരു നിയമം. എന്തൊക്കെയാണ് ഇവന്മാരെ പറ്റി പറയുന്നത്? 11 ശൂദ്ര നായർ ഭരിക്കുമ്പോൾ പട്ടികജാതിക്കാർക്ക് നീതി ലഭിക്കില്ല. പട്ടികജാതിക്കാരുടെ ഒരു മന്ത്രി പോലും ഇല്ലാതാക്കിയ നായർ ഭരണം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എയ്ഡഡ് മേഖലയിലെ നിയമനം പോലും PSC-ക്ക് വിടാൻ കഴിവില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജാതി മത സംഘടനകൾക്ക് കീഴ്പ്പെട്ടു ഇരട്ടച്ചങ്കന്മാരല്ല, ഒറ്റച്ചങ്കൻ തന്നെയാണ് എന്ന് തെളിയിക്കുകയും ചെയ്തു. കുറെ കമന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇതൊക്കെ അത് വായിച്ചാലെങ്കിൽ ഇവർക്ക് തലയ്ക്ക് വെളിവുള്ള വരും എന്നുള്ളതാണ്. എനിറ്റ് പോയിട്ടാണ്. നിനക്ക് വേറെ വല്ല പണിക്ക് പോയിക്കൂടെ? നിനക്ക് വല്ല നാണവമാനുണ്ടോ ഇങ്ങനെ സ്വയം വിഡ്ഢികളാകാനായിട്ട്? അതോ നീയൊക്കെ ഇത് നാടകം കളിക്കുകയാണ്? ഞങ്ങള് ധനകാര്യമന്ത്രിയുടെ വീട്ടിൽ പോയി. ഇതൊക്കെ ഒരു പക്ഷേ ഈ ബാലഗോപാൽ തന്നെ ജയിപ്പിക്കുന്നതായിരിക്കും. ഇലക്ഷൻ വരികയാണ്, ഈ PKS പോലുള്ള പാർട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പ്രവർത്തിക്കണം, ഞങ്ങൾ സർക്കാരുമായിട്ടൊക്കെ ഒരു ബന്ധം വേണമെന്ന് ഒരു പക്ഷെ ഇവര് നേരിട്ട് അവരുടെ അടുത്ത് പറയായിരിക്കും. അന്നേരം
നിങ്ങൾ രാവിലെ ഒരു ഇത്ര മണിക്ക് വരണം, ഞാൻ ഓഫീസിൽ കാണും, നിങ്ങൾ വന്നിട്ട് ഇത് കണക്ക് ഒരു നിവേദനം തന്നു എന്നുള്ളൊരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങളെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇടണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിലവിൽ ഇപ്പൊ കേരളത്തിൽ അംബേദ്കറേറ്റുകളൊക്കെ അത്യാവശ്യം പട്ടികജാതിക്കാരുടെ കാര്യങ്ങളെ കുറിച്ച് വിഷയം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെ ഒന്ന് കണ്ണിപ്പൊടി ഇടുക എന്നുള്ളതാണ്. ഞങ്ങളും പട്ടികജാതിക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി ഉള്ളൊരു നാടകം മാത്രമാണ്, അല്ലാതെ ഒന്നുമല്ലത്. ഇതൊക്കെ കേരളം മനസ്സിലാക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ്. ഇതൊക്കെ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാല് ഈ പാർട്ടി അടിമത്തം എന്ന് പറയുന്നത് അവരെ കുറ്റമല്ല, അവർക്ക് അതിൽ നിന്ന് വിട്ടുമാറാൻ പറ്റത്തില്ല. എന്നിട്ട് ഇവര് തന്നെ ഞങ്ങളെ കൊന്നേ അടിച്ചേ പിടിച്ചേ എന്ന് പറഞ്ഞ് നടന്ന് കരയുകയും ചെയ്യും. ഉള്ളതെല്ലാം വാങ്ങി കൂട്ടുന്നത് ഇവര് തന്നെയാ, എന്നാലും പഠിക്കത്തില്ല. എത്ര കിട്ടിയാലും ഒരു നാണവും മാനവും ഇല്ല താനും. അതാണ് വേറൊരു പ്രശ്നം. ഈ OR കേളുവിന്റെ കുറെ പോസ്റ്റുകൾ ഞാൻ കണ്ടായിരുന്നു. ഇന്നലെ തൊട്ടേ ഉണ്ട്, ഇന്നലെ തൊട്ടേ നല്ല കുറച്ച് ഇപ്പൊ ഈ ഒരു അടുത്ത ഒരാഴ്ചയായിട്ട് തൊട്ടേ ഉണ്ട്. എന്നാലും അത്യാവശ്യം തുടരെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ നല്ല ആലോചിച്ചു, ഇങ്ങനെ വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിച്ചു. ആൾക്കാരെ എത്തിയായിരിക്കും ചെയ്യുന്നത്, എന്നാലും അദ്ദേഹത്തിന്റെ പോസ്റ്റ് ആണല്ലോ, അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ആകുമ്പോൾ അദ്ദേഹം അറിയാതെ പോസ്റ്റ് ഒന്നും ഇടത്തില്ല. അപ്പൊ അദ്ദേഹം ചെയ്യിപ്പിക്കുന്നത് തന്നെയാണിത്. പട്ടികജാതിക്കാർക്ക് വേണ്ടി ഇന്ന വകയിരുത്തിയ പണങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ, ഗ്രാന്റ് അല്ലെങ്കിൽ സൈഫന്റ്, ഇതിന്റെ എല്ലാം പോസ്റ്ററുകൾ ഇങ്ങനെ ഷെയർ ചെയ്യുക. അപ്പൊ ഇതിനു വേണ്ടി തന്നെ അദ്ദേഹം ഒരു 2-3 ദിവസം കൊണ്ട് നല്ല പണിയെടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാല് ഇവന്മാരെ കഴിഞ്ഞേ ഉള്ളു. വേറെ ദളിത് കോൺഗ്രസും പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്, എങ്കിലും ഇതുപോലെ മണ്ടന്മാരെ ദളിത് കോൺഗ്രസ് ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇത് കണക്ക് പൊട്ടന്മാരെന്തായാലും ദളിത് കോൺഗ്രസിനകത്തില്ല. എനിക്ക് സത്യം പറയാൻ ചിരി വന്നിട്ട് ഇവർ ഇരുത്തം കണ്ടിട്ട് ചിരി വന്നിട്ട്. അതാണ് ഇനിയിപ്പോ ഇലക്ഷൻ കഴിഞ്ഞ് ഇനി തോക്കുകയാണെന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇവന്മാരെ എനിക്ക് കയറി തൂങ്ങുമെന്നുള്ളതാണ് ഇനി മനസ്സിലാവാത്തത്. വല്ല കയറി തൂങ്ങിക്കഴിഞ്ഞാൽ അതും അറിയാൻ പറ്റത്തില്ല. വിഷമം കൊണ്ടേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോറ്റന്റെ വിഷമമാണ് ഇവർക്ക്. ഓക്കെ.